നമ്മൾ പുറപ്പെടുകയാണ്. ഇനി ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ഇഹ്റാം കെട്ടിയാൽ രണ്ട് തോളും മറയുന്ന വിധമാണ് ഇഹ്റാം ഇട്ട് നടക്കേണ്ടത്. ഇഹ്റാം കെട്ടിയ നേരെ ഇങ്ങനെ ഒരു തോള് തുറന്നിട്ട് മറ്റേ തോളിലൂടെയാണ് പലരും ഇഹ്റാം ഇടുക. അത് തവാഫിലെ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടതായ രീതിയാണ്. അത് നിങ്ങൾ കർമ്മശാസ്ത്ര വിശദീകരണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ തിരുത്തുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ ഇഹ്റാം ഇട്ട് കഴിഞ്ഞാൽ ഒരു തോള് തുറന്നിട്ട് പലരും നടക്കുന്നത്, കൂട്ടത്തോടെ നടക്കുന്നത് കാണാറുണ്ട്. തല മറക്കേണ്ടതില്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അറിയാതെ നമുക്ക് തോന്നിപ്പോവും തല മറക്കണം. ഇഹ്റാം കെട്ടിക്കഴിഞ്ഞ ഒരാളുടെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. തല മറക്കേണ്ടതില്ല, തോളിൽ തന്നെ ഇട്ടാൽ മതി. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, സ്ത്രീകൾ മുഖം മറക്കരുത്, കയ്യുറ ധരിക്കരുത്, സുഗന്ധം പാടില്ല, അതേമാതിരി തന്നെ ഏത് മുടിയിലും എണ്ണ പുരട്ടരുത്, വൈകാരികമായ പ്രേരണകളുള്ള വിഷയങ്ങളിലോ സംസാരങ്ങളിലോ ഏർപ്പെടരുത്, മുടി നഖം വെട്ടിക്കളയരുത്, മുറിച്ചു കളയരുത്. ശറഇൽ നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്.